നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിലാണ് കേട്ടോ ഇവിടെയുള്ള സാധനങ്ങൾ തീർന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും പെട്ടെന്ന് ഇവിടുത്തെ കുടംപുളിയും കുരുമുളകും വെളിച്ചെണ്ണയും ഒക്കെ തീർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇത് ഓർഡർ ഉള്ളതാണ്. ഇത് 10 കിലോ ഒരാൾക്ക് ഒരുമിച്ച് വേണം. അത് നമ്മൾ പാറ്റി പെറുക്കിക്കൊണ്ടിരിക്കുക. അത് പാറ്റി പെറുക്കിയതല്ല, പെറുക്കി മാറ്റി വെച്ചേക്കും. കടുകാണോ ഇത്? പിന്നെ കുരുമുളക് പൊടിയാണോ ഇത്? ആ അറിയാം നിനക്ക്. മുട്ടയും കൊണ്ടല്ലേ? ആണോ? അപ്പം തരുന്നൂടായിരുന്നോ? അങ്ങനെ പൊക്കി തട്ടാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആവശ്യക്കാരെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടെ ഉള്ളതാണെങ്കിൽ അയച്ചു തരാം അല്ലേ? പറ എന്തോ പറ. കോണ്ടാക്ട് ഒക്കെ അയച്ചു തരും. അവനോട് നമ്മൾ മിണ്ടുന്നില്ല അല്ലേ? 2 ദിവസം ഉണ്ടായിരുന്നേ. ഞാൻ എൻ്റെ പണി എടുക്കട്ടെ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഒരുത്തം പഞ്ചസാര, ഒരു ഗ്ലാസ് അവന് കുടിക്കാൻ, ഒരു ഗ്ലാസ്സിൽ വെള്ളം കലക്കിയത്, ഇപ്പുറത്തെ ഗ്ലാസ്സിൽ നാരങ്ങ, ഒന്നിൽ പഞ്ചസാര കലക്കിയതായിരുന്നു. ആ കൊള്ളാം, വിരലിട്ടിളക്കിയ നാരങ്ങ വെള്ളം കേട്ടോ. ഇതെങ്ങനെ കിടു ഉണ്ടാക്കിയേ? കിടു അത് പറഞ്ഞു തരാമോ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന്? പറഞ്ഞു കൊടുക്കൂല? രഹസ്യമാ? കുടിച്ചു കാണിച്ചാൽ നോക്കട്ടെ കൊള്ളാമെന്ന്. ലുലുമ്മ ഒരു പെണ്ണിനൊക്കെ കിട്ടുമോ? പഞ്ചസാര നിനക്ക് എത്താത്തടത്ത് വെച്ചതാ. ഞാൻ ഒന്ന് കുടിച്ചു കാണിച്ച കൊള്ളാമെന്ന് നോക്കട്ടെ. എന്നാ കലങ്ങ്, നല്ലോണം കലക്ക്. എന്തെടുക്കുള്ളൂ? കുരുമുളകൊക്കെ ഇട്ട് ചതച്ച്. കിടുവിന്റെ മീനാ? എടാ കണ്ണ് നീറൂടാ, കൈ കൊണ്ട് മുഖത്ത് തൂക്കല്ലോ കേട്ടോ. ഈ കൈ കൊണ്ടേ കണ്ണി തൂക്കുള്ളൂ. കരിയാപ്പിലൊക്കെ ഇട്ട് ഇളക്കുന്നുണ്ട്. ആ ഇപ്പോഴാ ചുരത്തിലെ കുരങ്ങനായേ. എടാ മതി, കൈ കഴുകിടൂ. കുരുമുളക് മാത്രം, മഞ്ഞപ്പൊടി പോലും ഇല്ല, പച്ചക്കുരുമുളക് മാത്രം ഇടൂ. ആ കൈ നമുക്കൊന്ന് കണ്ണി തൂക്കാം. അയ്യേ വഴക്കേട്ട് വഴക്കേട്ട് വഴക്കേട്ട്. ഇന്നലെ 12 മണിക്ക് ആരാ പോയി കുക്കുംബർ വർക്ക് ഇന്ന് രാത്രി? എല്ലാവർക്കും നമസ്കാരം. നല്ല മഴ, രാവിലെ തന്നെ നല്ല ഭയങ്കര മഴ. എന്ത് ചെയ്യട്ടെ ആലോചിക്കുക. ഇറങ്ങിക്കഴിഞ്ഞാൽ മഴ നനഞ്ഞ് മൊത്തം പണിയും ചെയ്യണം, ഇടയ്ക്ക് കയറാൻ പറ്റൂല. അതുകൊണ്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുക. ഒന്ന് ഇറങ്ങി കിട്ടിയാൽ പിന്നെ അടിപൊളിയാട്ടോ. ഇറങ്ങട്ടെ. പിന്നെ നമ്മൾ മുറ്റത്ത് ടാർപ്പ കെട്ടി ഇല്ലേ, മുറ്റത്തെ പെട്ടെന്നൊന്ന് മഴ പെയ്താലേ ഉണ്ടായില്ലടാ, പെട്ടെന്നൊന്ന് മഴ പെയ്താൽ നമ്മളെ പട്ടിക്കൊക്കെ ഒന്ന് ഓടി വന്ന് കയറി നിൽക്കാനും ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ അത്യാവശ്യം ഒരു ടാർപ്പ മുറ്റത്ത് കെട്ടണം. പോടാ.
വേണ്ടായിരടാ. ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇത്രയും പച്ചക്കറിയുണ്ട്. ചോരയ്ക്ക ലോക്കി. ഉറക്കെ പറ, ധൈര്യം ഉണ്ടോ ഒന്നുകൂടെ പറയാൻ? അല്ലേ കിടൂ കുഞ്ഞാവ വയനാട് പോവാ. അതിന് ഇവൻ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാം, മാമൻ വരെ പെണ്ണ് കെട്ടാൻ പോവാന്ന്. എന്തുവാ പറഞ്ഞേ? പറഞ്ഞോടാ? ചുമ്മാടാ, പറ്റിച്ചാടാ. പാത്തുന് മനസ്സിലായി പോവാന്ന്. ആണോടാ? നിനക്ക് വിഷമമുണ്ടോടാ മാമ വേറെ പെണ്ണ് കിട്ടുന്നതിന്? ഇല്ല. എടാ കള്ള, പിന്നെ അപ്പം ഒറ്റയ്ക്കാവത്തില്ലേ? എന്ന് വെച്ചാ അപ്പം മോൻ്റെ അല്ലേ? യാത്ര പറഞ്ഞു തരും മാമനോട്. എടാ ഏറി നിൽക്കാണ്ട് താന്ന് നിൽക്കടാ. ഒരു കാറ്റടിച്ച് കരിയില വീണേക്ക് നോക്കി. ഇനി ഇത് മൊത്തം അടിച്ചു വരണം. അടിച്ചു വാരുമായിരുന്നു. പിന്നെ ചൂലും കൊണ്ട് ഇനി കാണണ്ട ഇറങ്ങുമ്പോഴെന്ന് വിചാരിച്ചല്ലേ കിടൂ? കിടുവാണെങ്കിൽ മാമൻ പോകാൻ കാത്തിരിക്കുക, അവന് കുരുത്തക്കേട് കാണിക്കാൻ. നിന്നെ അങ്ങനെ ചെയ്യുവോടാ. റെയിൻകോട്ട് വേണ്ടേ കുഞ്ഞാ? അണ്ണാണ്ട് റെയിൻകോട്ട് എടുത്തിട്ട് പോകും. ഇപ്പം നാനേയും നീ വേറെ ഡ്രസ്സ് മാറേണ്ടി വരുമില്ല റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന്. ആരാ കുഞ്ഞാ? മഴ നല്ലോണം പെയ്യും കുഞ്ഞാ. നനയും കുഞ്ഞാ, ബാഗും നനയും കുഞ്ഞാ. എന്നാ ഇന്ന് അങ്ങ് വരെ സൈഡാക്കേണ്ടി വരും. ആ പോട്ടെ. ഇത് നമ്മളൊരു പട്ടിക്കുഞ്ഞിനെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ബാസ്ക്കറ്റ്. ചാണ്ട് തട്ട്. ടാറ്റോട് ടാറ്റാ. അവൻ ഇനിയാണ് അവൻ വിളയാൻ പോകുന്നത്. അവന് അടങ്ങിയിരുന്നതാ കുഞ്ഞാവെ പേടിച്ചിട്ട്. ഭയങ്കര കുരുത്തക്കേടാ. ആ ചിന്നുനെ എന്തിനാ അടിച്ച്? നോക്ക് നോക്ക്, കണ്ട കണ്ട. ഇവനുടെ മഴയത്തെ പാമ്പൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തിറങ്ങില്ലെന്ന് പറഞ്ഞു അതിനെ കെറിച്ചിരിക്കുമായിരുന്നു. നോക്ക് കണ്ട. എല്ലാവരും പറയൂലേ കുഞ്ഞാവ എന്താ ഇവനെ വഴക്ക് പറയുന്നത്. ഇതാണ് കുഞ്ഞാവ ഇല്ലയിലുള്ള ഇവൻ്റെ പരിപാടി. താഴെ ഗേറ്റിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ട്, കയറി വരുവാന്ന് തോന്നുന്നു. കുഞ്ഞാ കിട്ടുവാടാ നിനക്ക്. മക്കളിങ്ങി വാ, നല്ല മഴ വരുന്നു. പൊന്നുവനകത്ത് കയറിയിരി. ആ ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാം. പിന്നെ ഇവനെ സുലോമയായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ സുലോമയോട് പറയാം, സുലോമ ഒരു പാവമാണെന്ന് ഓർത്ത ഇത്രയും നാളും അമ്മ വന്നാൽ ഊളച്ചായ ഞാൻ കുടിച്ചു, ഇനി ഞാൻ കുടിക്കുമല്ലാന്ന്. അമ്മ ഒരു പാവമാണെന്ന് ഞാൻ ഓർത്ത് പോയെന്ന്. കള്ളമോന്ത എന്ന് കാണിച്ചേ. മാമൻ പോയത് എന്തുവാ? കഴിക്കാണ്ടിരിക്കാന്നോ? അല്ലെങ്കിലും നീ അപ്പയുടെ അടുത്ത് എപ്പോഴും വരാറുണ്ടല്ലോ. ഓ പണിസ്ഥലത്തോ? പറമ്പിലും പട്ടിക്കൂട്ടിലും എല്ലാം കയറുന്നതിന് കുഞ്ഞാവ് വഴക്ക് പറഞ്ഞു വെച്ചാൽ ആ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടി. അവൻ അടുത്തിരുന്നാൽ കഴിക്കും. അതാ പറഞ്ഞ കഴിക്കാണ്ടിരിക്കാമല്ലോ എന്ന്. ആ ചേടേന്ന് കിട്ടിക്കോളൂ. കാണിക്കുന്നുണ്ട്. ഇടി മുഴങ്ങുന്നുണ്ട്, ഇറങ്ങിക്കോ. മക്കളെ ഇടി മുഴങ്ങുന്ന, ഇറങ്ങി വാ. മിന്നലുണ്ട്, വാ. ഇത് നമുക്ക് കറിയൊക്കെ വെക്കണം ഇന്ന് അടുപ്പേൽ. ഇവിടെ മുറ്റത്തിരുന്ന് നിന്നോണ്ടൊന്നും വയ്ക്കാൻ വയ്യ, ഇരുന്നോണ്ട് വയ്ക്കാം. വാ. അപ്പം എന്നെ സഹായിക്കത്തില്ലേ? എന്നാ ഇറങ്ങി വാ. അമ്മച്ചി മോനിങ്ങി വാ. ഇന്നലെ അച്ചാച്ചിൻ്റെ ഫോണിൽ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ആൾ വിളിച്ചേ.
ഇവനാ ഫോൺ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്പുറത്തുനിന്ന് കേൾക്കുക. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇതാരാ സംസാരിക്കുന്നത്. ഉടനെ ദീപ്തിയുടെ ഇളയ മോനാന്ന്. ദീപ്തിയുടെ ഇളയ മോൻ ഇങ്ങ് വാ. ഇത് മോനെ ആ വണ്ടി മൊത്തം തെന്നി കിടക്കുക. താഴെ വീണാ നിനക്കൊരു പല്ല് കാണത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങോട്ടിറങ്ങി വാടാ, ഇറങ്ങി വാടാ. അവിടെ ഇരുന്നോ, ഞാൻ പോവാന്നേ. വല്ല കുരങ്ങന്മാരും വന്ന് പിടിച്ചോണ്ട് പോട്ടെ നിന്നെ. ചെറുത്തിലെ കുരങ്ങനാന്നും പറഞ്ഞ് പിടിച്ചോണ്ട് പോട്ടെ. ഞാൻ പോവാ. കൂട് കഴുകാൻ ഞാൻ പോയിട്ട് വന്നു. ആ കയ്യും മുഖമൊക്കെ ഒന്ന് കാണിച്ചു. കയ്യൊന്ന് കാണിച്ചു, 2 കൈയും. വന്നപ്പോഴത്തേക്ക് ചാരം വായി ചാരത്തിൽ കിടന്ന് ഉരുണ്ട്. മാമൻ പോയത് ആഘോഷിച്ചതാ. നമ്മളെ പട്ടിക്കുന്ന് കോഴിക്കാലും ചോറുവാണേ. ചോറ് വേറെ പോയി കുളിക്കടാ. എല്ലാരും പറയുമല്ലോ കിടു പന്നച്ചെറുക്കനാന്ന്. ആരെ? ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. എന്താ സൗന്ദര്യം. ചൊറിയുന്നെന്ന് പറയണം കുറച്ച് കഴിയുമ്പോഴേ കേട്ടോ. നല്ലതാ. ഇല്ല, ചൊറിഞ്ഞോളൂ, അപ്പോൾ അറിയാം. അഴുക്ക ചെറുക്കൻ. വീട്ടിൽ കയറണ്ട, വേറെ എവിടാന്ന് വെച്ചപ്പോൾ ഈ വളർന്നോ കേട്ടോ. നീ കയറുക വേണ്ട, കുളിക്കുക വേണ്ട, നീ ഇങ്ങനെ നടന്നോ. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വേണം ഇങ്ങനെ എടുത്തോ കേട്ടോ. ചാരക്കുഞ്ഞ് വല്ല വാഴയുടെ ചോട്ടി കൊണ്ടിട്ടാൽ മതി. എന്തുവാ കിടുവേ ഇത്. എല്ലാവരും പറയും ഇതൊരു പന്ന ചെറുക്കനാണ്. ഇറങ്ങിപ്പോയി, പോയി കുളിക്കിച്ചല്ലേ. എന്നിട്ട് നമുക്ക് ഒരിടത്ത് കൊണ്ടുപോവാ. കുളിക്കിച്ചല്ലേ. ആദ്യം നീ കുളിക്ക്, എന്നിട്ട് പറയാം. ഇപ്പം തന്നെ പറയുന്നില്ല, ആദ്യം പോയി കുളിക്കേ. ആ പോവാ. എന്ത്? ആ കൊണ്ടുപോവാ, മുട്ട കൊടുക്കാൻ കൊണ്ടുപോവാ. ഇപ്പോൾ കുളിക്കാദ്യം. ഷാമ്പു മേത്ത് തേച്ചങ്ങ് കുളിച്ചു. ഷാമ്പു ഇട്ട് കുളിച്ചാൽ മേത്ത് മുടി വളർന്ന് കരടി കുഞ്ഞിനെ പോലെ ആവും നീ. കിടുക്കരടി. പിന്നെ നീ കിടുവല്ല, കടുവാ, കരടി. നിക്കർ ഊരി കുളിക്കത്തില്ല, ഭയങ്കര നാണമാണ് അപ്പം മുറ്റത്തിരിക്കുന്നെന്ന്. അല്ലെങ്കിൽ അവൻ തുണിയിലാണ്ട് തൊഴി ഓടുന്നവനാ. അമ്മ തോർത്തി തരും. അയ്യേ അഴുക്ക ചെറുക്കൻ. എങ്ങനെ ഇവനെ ഇവിടെ കിട്ടിയെന്നുള്ളതാ. കളഞ്ഞു കിട്ടിയതാന്ന് പറഞ്ഞാൽ നല്ലനെ വല്ലതും കിട്ടിക്കൂടെ, ചാർത്തി വീഴാത്തേനെ. കളഞ്ഞേരമ്മേ, അമ്മ കാത്തറി വാതിലടക്കി എവിടെ കിട്ടും. നിക്കറ് ഊരി കളഞ്ഞിട്ട് കയറി വന്നോണം, വെള്ളം അങ്ങനെ അകത്താക്കിയല്ല. ഇവിടെ ആരും ഇല്ലടാ കാണാൻ. ആരും ഇല്ലെങ്കിലും ഇങ്ങനെ ഊരുള്ളൂ. ഹലോ ഗൈസ്. അപ്പ കാണുമെന്ന് അവരെ കുളിപ്പിക്കുമ്പോ അവന് കുഴപ്പമില്ല, അല്ലെങ്കിൽ അതെ തുണിയില്ലാണ്ട് കുളിക്കുകയും ചെയ്യും. ഇപ്പൊ അവനെ അപ്പ കാണുമെന്ന്. നോക്ക് നോക്ക്. ഒന്നൂടെ കുളിച്ചോ. ചിരിക്കുന്നതിന് വഴുതിനോട് എപ്പോ തൊട്ടേ അടങ്ങിയിരിക്കാൻ പറയാ. വീണു, കമന്ന് വീണു. ഞാൻ വീഡിയോ എടുത്ത് വീഴുന്ന കിട്ടി. നിക്കർ ഊരാദ്യം, നിക്കർ ഊര് മൊത്തം ഊരി പോയി കുളിച്ചോ. ഞാൻ വീഡിയോ നിർത്തുവാ. മഴ തന്നെ മഴ. അങ്ങനെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. ദേ ഒരുത്തം കുളിച്ചിട്ടിരിക്കുന്നു. ഇനി പുല്ലരിഞ്ഞു കൊടുക്കണം. ബാക്കി പണികളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടൊരു പാചകം. ഈ മഴയത്ത് ഇവിടെ ഒരു അടുപ്പും കൂട്ടി ഒരു പാചകം പൊളിക്കും ഞങ്ങൾ. മുട്ട കൊടുക്കാനും പോകണം. വേറെയൊക്കെ കഴിഞ്ഞു. അയ്യോ ഇതെന്തൊരു സുന്ദരനാ ഒരുങ്ങിയിരിക്കുന്നേ. നിക്കർ നോട്ടയുണ്ടോ? സാരമില്ല, ആരും കാണത്തില്ല. ഹലോ അമ്മച്ചി മോളും കൂടെ എന്താ പരിപാടി? എടി
കണ്ണെവിടടി? എടി നിന്റെ കണ്ണെവിടാടി? ഹലോ, ഞാൻ മുടി അങ്ങ് വെട്ടി തന്നാലോ? കുട്ടുമേ, എടി കുട്ടുമേ, മുടിയുടെ ഇടയിൽ കൂടെ കുഞ്ഞൊരു കണ്ണ്. എടി കുട്ടുമേ, എടി ചുട്ടുമ പെണ്ണാണ്. എടി ചുട്ടുമ ഇതാരാ? ചാരത്തി മുങ്ങിയാൻ. ചെറുക്കനും ചാരത്തിലായിരുന്നു. ഇത് എന്തൊരു സുന്ദരനാ ഇത്. എവിടെ പോവാ എന്റെ ഉടുപ്പിന്റെ വള്ളിയും വലിച്ചോണ്ട്? എന്തുവാ? എന്നാ കല്ല് വാരി ടാർപ്പേൽ എറിയുക. പട്ടിമാരുടെ ചോറ് കോഴി മൊത്തം പെറുക്കി തിന്നേച്ച് വെച്ചേക്കുക. അങ്ങനെ നമ്മളിവിടെ തീ കത്തിച്ചു. അപ്പോൾ നമ്മൾ ഇനിയപ്പോൾ കുളി കഴിയുന്നു, മുട്ട കൊടുക്കാൻ പോകുന്നു. ബാക്കിയെല്ലാം കഴിഞ്ഞു കേട്ടോ. പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ മുട്ട കൊടുക്കാൻ പോയിട്ട് കിടോ അന്നാണേ ഇവിടെ നിൽപ്പുണ്ട് കാറിൻ്റെ പുറകെ. നീ എന്തുവാ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ട്. അപ്പോൾ ഞാൻ ഈ പുല്ല കൈമൊത്തം. അപ്പോൾ മുട്ട കൊടുത്തിട്ട് വരുന്നു. കുറച്ച് പറങ്ങാണ്ടി നമ്മൾ ചുടുന്നു. എന്നിട്ട് നമ്മൾ കണ്ണിൻ്റെ മേളിലായിരിക്കുന്നത്. അല്ലേലേ അതിന് കണ്ണ് കാണൂല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം മുട്ടയും കൊണ്ട് പോവാണ്. മുട്ടയൊക്കെ പെറുക്കി വെച്ചു. സ്കൂട്ടിയിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ടൊരു പാചകം. അടുപ്പൊക്കെ ഇവിടെ സെറ്റായി. കിടുവിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. അല്ലെങ്കിൽ അവനിപ്പോൾ വരും. മഴ നനയേണ്ടി വരും. മഴ കാരണം തുണിയൊന്നും ഉണങ്ങിയെടുക്കാൻ പറ്റുന്നില്ല. ഒന്നും പറ്റുന്നില്ല. ടാർപ്പേൻ്റെ ആയിട്ട് ഒരു നീല നിറം അതുള്ളതുകൊണ്ട് മുറ്റത്തിരിക്കാം. ഇല്ല അതും പറ്റുമല്ല. അങ്ങനെ റെയിൻ കോട്ട് ഇട്ട് പോയിട്ട് കാര്യമായിട്ട് നനഞ്ഞിട്ടില്ല. മുഖമൊക്കെ നനഞ്ഞു. അപ്പം ഞങ്ങൾ പാചകം തുടങ്ങട്ടെ. എന്തൊക്കെയോ സാധനം മുറ്റത്തിരിപ്പുണ്ട്. എന്തുവാടാ? അപ്പോൾ നമുക്ക് നല്ലൊരു ബീഫ് കറി വെക്കാം. കിടു കൊണ്ട് എന്നെ സഹായിക്കാൻ ഞങ്ങൾ ബീഫ് കറി വെക്കാൻ പോവാം. കുഞ്ഞിനി തന്നെ വീഴും. നല്ല മഴ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് തോർന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പറങ്ങാണ്ടി ചുട്ട് തിന്നാലോ. ചുടാനുള്ള പറങ്ങാണ്ടി ചട്ടിയിലിട്ടിട്ടുണ്ട്. ഇളക്കാനുള്ള കമ്പ് തേടി അണ്ണാണി പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അന്ന് ഗസ്റ്റൊക്കെ വന്ന സമയത്ത് അണ്ണാണി എന്തോ കോലിട്ട് ഇളക്കുന്ന കണ്ടൊരു പാത്രത്തിൽ ചിക്കനായിരുന്നു ഒന്ന്. അത് പറങ്ങാണ്ടിയായിരുന്നു. കാരണം വന്നവർക്ക് നമ്മൾ കശുവണ്ടി ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ, വന്നവർക്കെല്ലാം. അപ്പോൾ അതാണ് നിങ്ങൾ അന്നേരം കണ്ടത്. അണ്ണാണി ഇരുന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കശുവണ്ടി. അണ്ണാണി കശുവണ്ടി സ്പെഷ്യലിസ്റ്റാണ്. ഉണ്ട് ഇളക്കാൻ മമ്മട്ടി മതിയോ? എൻ്റെ ചിന്നു, നീ എന്തോ ഇനി വന്ന് നിൽക്കുവാ? കിടു കുട എടുത്തോണ്ട് പോയിട്ടുണ്ട്. അച്ചാച്ചിയെ പോത്തിനെ കെട്ടുന്നിടത്തോട്ട്. അവൻ പോത്തിനെ കെട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഓടിയിട്ടുണ്ട്. അറിയാവുമ്പോഴത്തേക്ക് എൻ്റെ അടപ്പൂരുമല്ലോ. ആ കനലിൻ്റെ ചൂട് തന്നെ ധാരാളം. അതൊക്കെ എന്താ ഒരു 3 മണിക്കൂർ കൊണ്ട് കറിയായ ചൂടുണ്ട്. പൊറോട്ട വിട്ട് മേടിച്ചാലോ? ഞാൻ കുഞ്ഞാവോട് പറഞ്ഞു, നീ പോയി വിഷമം സഹിക്കാൻ വയസ്സാലും ബീഫ് കറിയും കൂട്ടി കഴിക്കണോ? പോത്തിന്റെ കാലിലാണ് കൊണ്ടുപോകല്ലേ. ആടി തൂങ്ങി വരുന്നുണ്ട്. ഈ തടിക്കഷ്ണം വേണ്ട, വിശേഷം ഒന്നും പറയണ്ട. എന്നെ ഇട്ടിട്ട് പോയതല്ലയോ? ഞാൻ നിക്കെന്ന് പറഞ്ഞിട്ട് നീ കേട്ടോ? കേട്ടില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കോളാം എല്ലാം. നിന്റെ ഒരു സഹായം വേണ്ട. ചൂട് പിടിക്കട്ടെ. എന്നെ ഇട്ടു പോയില്ലേ? അതിന്റെ പോയില്ലേ? പോയില്ലേ?
മാമനായിരുന്നു എങ്ങനെ പോകത്തില്ലായിരുന്നു. ഇത് എന്നോട് പറഞ്ഞെന്തറിയോ, മാമൻ വേറെ പെണ്ണ് കെട്ടാൻ പോവാപ്പേന്ന്. അതിനാ പോന്നേന്ന്. അപ്പൊ നീ മലപ്പുറത്ത് വന്ന പെണ്ണ് കെട്ടാനാണോ? പിന്നെ കെട്ടിയ പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യേ? അമ്മ നോക്കാനാ? ഞാൻ മുമ്പ് അടുപ്പ് കത്തിച്ച് വെച്ചപ്പോഴേ ഒരു 2 കട്ടയിൽ ഓരോ സ്ഥലം വെച്ച് അടുപ്പ് തീയടി നിൽക്കും, മഴ നിൽക്കുക. ഇങ്ങനെ ഇട്ടേച്ച് പോയില്ല. തൊടൊന്നും വേണ്ട, എന്നെ തൊടണ്ട. അതിനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, എന്നെ ഇട്ടേച്ച് പോകത്തില്ലായിരുന്നു. ദൃശ്യം 4 പോലെ ഇടും. ആരാണ് ദൃശ്യം 3 പറഞ്ഞത്? ഞങ്ങൾ ദൃശ്യം 3 ദൃശ്യം 4 കണ്ടു. അത് കാറ്റാടി ജോസ് കിട്ടുന്നത് ഞങ്ങളുടെ അച്ചാച്ചിക്ക് 3 പറഞ്ഞത് സെയിം ഡിസൈൻ സെയിം. ജോസ് പറഞ്ഞ് 2 ഉണ്ടെന്ന്. അവസാനം ജോസിനെ തെള്ളി തോപ്പിച്ച് 3 എണ്ണം അച്ചാച്ചിക്ക് ഉണ്ടെന്ന്. ഇത്തിരി സുലമ്മയുടെ അടുപ്പ് കീഴെ 2 പേരും എടുത്തുണ്ടോ? ചെറിയ പീസൊക്കെ ഉണക്കി ചൂടാക്കി ഇവിടെ വെച്ചേക്കാം. ഇനി വെക്കണ്ട, അത് തീ പിടിച്ചു. എന്തോ നീ അവിടെ നിൽക്കാണ്ടിരുന്നാ പോരെ. പൊളിക്കേ എടാ, ഒന്നും ചെയ്യണ്ട. തീ ഉണ്ടോ അതിനകത്ത്? മറ്റേ പുള്ള പേരെന്താ കിടൂ സിനിമയിലെ? അല്ല, കട്ട്റൂമിന് കല്യാണ സിനിമയിലെ അവന്റെ പേരെന്താ? കുഞ്ചാത്ത ഗോപൻ. മുക്കുലിപ്പ് തുടങ്ങിയല്ലേ? അതെ, കുഞ്ചാത്ത ഗോപൻ എന്നൊരു സിനിമ പറഞ്ഞാൽ നിനക്കറിയാം? കുഞ്ചാത്ത ഗോപൻ ഏത് സിനിമയൊക്കെ? ഏത് സിനിമയല്ല കുഞ്ചാത്ത ഗോപൻ? എടാ എന്തോ കിടുവോ സിനിമ നടന്റെ പേര്? കട്ട്റൂമിന് കല്യാണത്തിലെ ഇത് മാറ്റിട്ട് പറേ. കുഞ്ചാത്ത ഗോപനോ? വേറെ ഏത് പടത്തിലുള്ള കുഞ്ചാത്ത ഗോപൻ? അതല്ലാണ്ട് മറ്റേതാ? ഏതാ? പാട്രിയോട്ടിലുണ്ടല്ലേ? എന്തുവായിരുന്നു അയാളുടെ പേര്? കുഞ്ചാത്ത ഗോപൻ. അതാണ് കുഞ്ചാത്ത ഗോപൻ. അപ്പൊ ഇത് കുഞ്ചാത്ത ഗോപനല്ലേ? നിന്ന് മല്ലു സിംഗിലെ ഒരു സീന് കണ്ടപ്പോ പറങ്ങാണ്ടി ചുട്ടു, തീ പിടിച്ചു, അപ്പം തന്നെ മണ്ണിട്ട് കെടുത്തി. പക്ഷെ വീഡിയോ എടുത്തില്ല. അതാണ് സംഭവിച്ചത്. അടുത്തതായി നമുക്ക് ബീഫ് കറി വെക്കാം. അല്ലാണ്ട് പറങ്ങാണ്ടി ചുടുന്നു, ഞാൻ ബീഫ് കറി വെക്കുന്നു. ആദ്യം ഉരുളി കൊണ്ടുവെക്കാം. ഉരുളി ചൂടായി, കശുവണ്ടി ഇവിടെ കമത്തി. എന്താ കശുവണ്ടി എന്ന് പറഞ്ഞ? പറങ്ങാണ്ടി. അപ്പൊ അടുത്തതായിട്ട് വീഡിയോ എടുക്കുന്ന കിടുവാണ്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ദേ നമ്മളെ സ്വന്തം വെളിച്ചെണ്ണ കേട്ടോ, നല്ല അടിപൊളി വെളിച്ചെണ്ണ. പറയുന്നില്ലേ നമ്മളെ വെളിച്ചെണ്ണ എന്നതാ? നമ്മുടെ തെങ്ങയിലെ വെളിച്ചെണ്ണ. നമ്മുടെ തെങ്ങയിലെ വെളിച്ചെണ്ണ. ആണോ? വെളിച്ചെണ്ണ അച്ഛപ്പ പറഞ്ഞിട്ട് തല്ലിത്തരും നമുക്ക്. അത് ഞാൻ എതിരെ ഇരിക്കുന്ന വീഡിയോ എടുക്കുന്നവര് നിൽക്കുവാ ചെയ്യുന്നേ. വീഡിയോ ഫോണിനകത്തോട് നോക്കണേ ഇറക്കാ. പറങ്ങാണ്ടി തല്ലുന്നുണ്ടോ? ഉണ്ട്. അച്ഛ തല്ലുന്നേ എടുക്ക് പറങ്ങാണ്ടി. എടുക്കാൻ നിങ്ങളെപ്പോഴും ഒരു 4 ഉലുവ, 4 ഒരു 5-6 ഉലുവ ഇടണം. ബാക്കി ഇടേണ്ട സാധനം അപ്പം എടുത്തോണ്ട് വന്നില്ല. നീ അതൊരു അച്ഛനെ കാണിക്കും. ഇത് കണ്ട നമ്മൾ കൊച്ചുള്ളി, ഇത് കൊച്ചുള്ളി, ഇത് തേങ്ങാക്കൊത്തും ബാക്കി സാമഗ്രികളും. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. അതാരാ നോക്ക്. എടാ അതെടുക്കടാ. ചായം കൊണ്ട് വരുന്ന കൊച്ചേതാ? നീ വർത്താനം പറയുന്നോട്. എന്തോ ഞാൻ അടുത്ത വീട്ടിലേതാ? എല്ലായിടത്തും ഓരോ പെണ്ണുങ്ങള്. ഓരോ പെണ്ണുങ്ങളാ? എടാ നീ ഇങ്ങനെ ഫോണിട്ട് പിടിച്ചാ എങ്ങനെ വീഡിയോ കാണുന്നത്? ഇങ്ങനെയാണോ നീ വീഡിയോ എടുത്തു തരാന്ന് പറഞ്ഞേ? ഇങ്ങനെ ഇല്ല, എല്ലാരും പറയത്തില്ല വീഡിയോ എടുക്കാൻ അറിയത്തില്ലെന്ന്. ഇതപ്പ, ഇത് ചട്ടകം,
ഇത് ഇത് ചട്ടുകല്ലേ ആ ചട്ടുകം ചട്ടുകം ഒരു പാട്ട് പഠിക്കണ ആ സമയം കൊണ്ട്. മറ്റേത് എനിക്ക് വയ്യോ അപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കോപ്പറേറ്റ് വരും. കോപ്പിറൈറ്റ് വരും പാടിയ കേട്ടോ. നീ പാടി എന്റെ കൊച്ചിനറിയാം കോപ്പിറൈറ്റ് വരും. പാട്ട് പാടുമ്പോ കോപ്പറേറ്റ് എടുക്കണ്ട. അച്ഛ അച്ഛ ഇപ്പൊ കോപ്പറേറ്റ് ആയി. അച്ഛ പറഞ്ഞു അച്ഛ പറഞ്ഞു അച്ഛ പറഞ്ഞു ഇവിടെ. ഇല്ല. അച്ഛ പറഞ്ഞു അച്ഛാ പാട്ടെന്ന് പറഞ്ഞപ്പോഴേ കോപ്പിറൈറ്റ് ആയി. മറ്റേ പാട്ട് പഠിക്കേ. കോപ്പിറൈറ്റ് ആക്കി കളഞ്ഞല്ലേ. കേടു. മര്യാദക്ക് വീഡിയോ എടുത്തോണ്ടിരുന്നത്. എന്തോ മര്യാദക്ക് വീഡിയോ എടുത്തോണ്ടിരുന്നു. അച്ഛൻ എന്തോ ആക്കി? കോപ്പറേറ്റ് കോപ്പിറൈറ്റ് ആക്കി. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ എന്തുവാ? തെറ്റിച്ചു. എന്തുവാണ് ഈ കോപ്പിറൈറ്റ് ആക്കിയത്? പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ വൈകിട്ട് ആറ്റി പോകുന്നത് അപ്പൊ കോപ്പറേറ്റ് ആവും. അയ്യോ ഇഞ്ചൊക്കെ കാര്യം പിടിച്ചടാ പിടിച്ചടാ. കുഞ്ചാത്ത ഗോപൻ നല്ല ചൂടുണ്ട് കേട്ടോ. ഒരു ഉള്ളി വേണം അതിനകത്ത്. ഒരു ഉള്ളി തേങ്ങയുടെ കൂടെ ചാടി. ഇന്നലൊക്കെയാണ് എങ്ങനെയാണ്? ഹലോ ഗൈസ്, അടുത്ത ദിവസം സ്കൂൾ തുറക്കുകയാണ്. ഞാൻ UKG-യിലാണ്. അതിനിടയ്ക്ക് വേറെ കളി കളിച്ച് നിന്നെ കാണാവോ? ആ ശരി, നിന്നെ എടുക്ക. നീ തന്നെ പറ. UKG-യിലാണ്. ആര്? ഞാന് അപ്പടത്തായി അപ്പടായി അപ്പടേ അവിടെ കയ്യോ അപ്പടെ വീഡിയോ ആയോ? ആ നോക്ക് അച്ഛത് അയ്യോ ഞാൻ ഇളക്കാന്ന്. എന്തൊക്കെയോ എടാ ഫോണിൽ കൂടെ നോക്കണോ. ഞാൻ ചക്ക കാണിച്ചു കൊടുത്തല്ലേ. 2 ചക്ക ഒരുമിച്ച് കാണിച്ചു കൊടുക്കാം. ആണോ? ഉള്ളി കാണാവടാ. ഉരുളി. ഇതല്ല ഉള്ളി. ആ ഉള്ളി. ഇറച്ചിയെക്കാട്ടി കൂടുതൽ ഉള്ളി ഉണ്ടെന്നാണ് അമ്മ പറയുന്നത്. പക്ഷേ ഇത് വയങ്കഴിഞ്ഞൊന്നും ഇല്ലല്ലോ. അതിനപ്പം പറയട്ടെ അപ്പയുടെ മുഖോട്. അതായത് ഇപ്പം നാടൻ കോഴി ആയാലും ബീഫായാലും എന്തായാലും നമ്മൾ കുക്കറിൽ വെക്കാറില്ല കേട്ടോ. നമ്മളിങ്ങനെ അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ അതിങ്ങനെ വെന്ത് കിടക്കും. അതാണ് അതിൻ്റെ പരുവം. അങ്ങനെ എത്തിയിരിക്കുന്നു കറിവേപ്പില. നമ്മുടെ സ്വന്തം കറിവേപ്പില. ഇത്തവണ ട്രിപ്പ് വന്നവർ കുറച്ച് കറിവേപ്പിലയും കൊണ്ടാണ് പോയിരിക്കുന്നത്. ചിലരൊക്കെ മണം കൊണ്ട് കറിവേപ്പിലേൻ്റെ. നമ്മളെ കൊണ്ടുപോയ കറിവേപ്പിലയില്ലേ, അത് പിന്നെ രാവിലെ ഓടിപ്പിച്ചു കുഞ്ഞാതെ കൊണ്ട്. എടാ അച്ഛ പറങ്ങാണ്ടി വലിയത് കൊണ്ട് കാണിച്ചു കൊടു അതിനകത്തൂടെ. എടുത്തോട്ടെ ഒരെണ്ണേ ഉള്ളൂ. ആ വീഡിയോ ഇട് പറങ്ങാണ്ടിയുടെ. പറങ്ങാണ്ടിയുടെ വീഡിയോ എടുക്കാൻ പോയാൽ പറങ്ങാണ്ടി ഇവർക്ക് തിന്നു നോക്കൂ. സ്കൂൾ തുറക്കുന്നതിനെ പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത്? എന്തേലും പറ. എടാ ചിലരൊക്കെ പറയാം. ഇനി വന്നേ അപ്പം ചോദിക്കട്ടെ, പറയട്ടെ. ഇനി അടുത്ത് വാ, നമ്മൾ ഉപ്പെടുത്തോണ്ട് വാ. ഒരു വലിയൊരു പീസ് തേങ്ങ ഇതിനകത്ത് കിടപ്പുണ്ട്. കാണിച്ചു തരാം. ഇത് നോക്ക്, തേങ്ങാക്കൊത്തിൻ്റെ കൂടെ പെട്ടതാ. അങ്ങനെ ടേസ്റ്റ് നോക്കാൻ തന്നിട്ടുണ്ട്. ചൂട സംഭവം വന്നവരെല്ലാവരും മിക്സ് ചെയ്യുന്ന കഴിക്കും. വാങ്ങിച്ചാൽ കിട്ടും. ഇത് തോന്നും എത്ര മഴ ഇതിന് പെയ്യുന്നില്ല. പെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു മഴ പെയ്യുന്നില്ല. ആ ഈ മഴ പെയ്യാൻ പ്രാർത്ഥിക്കുകയാണ്. എന്ത് ഉറക്കെ പ്രാർത്ഥിച്ചാലേ മഴ കേൾക്കൂ. കേൾക്കുന്നില്ല. മര എടാ ഒരാളെ തപസ് ചെയ്താൽ മഴ പെയ്യും. നമ്മൾ ഒറ്റക്കാലിൽ ഇങ്ങനെ കുറച്ചു നേരം മുറ്റത്ത് പോയി നിൽക്കണം, അപ്പം മഴ പെയ്യും. കണ്ണടച്ച് ഒറ്റക്കാലേ നിൽക്കണം, മഴ പെയ്യും. കണ്ണടച്ച് കൈ മേളി തൊഴണം. കൈ ഇങ്ങനെ തൊഴണം മേളി. ആ ഒറ്റക്കാലയില്. ആ കണ്ണടയ്ക്കണം. പറ്റുന്നില്ല. കാല് നിലത്ത് കുത്തിയാൽ മഴ പെയ്യത്തില്ല. അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്ക്. പോയി
ഇപ്പം മഴ പെയ്യും, ഇപ്പം മഴ പെയ്യും. മതി വാ. അടിച്ച് പറത്തല്ലേ. 3 തലമുറ ഇരുന്ന് കശുവണ്ടി വല്ലതും നോക്കി. ഇടു പൊട്ടിക്കുന്ന അപ്പയ്ക്കല്ലേ ഇടൂ? അടിച്ച് പറത്താനാ അത്. തിരിച്ചു വിടുകയും ചെയ്യാൻ പറയാം. വളരെ സീരിയസ് ആയിട്ടിരുന്ന് ജോലി ചെയ്യുന്നു നോക്കി. ശരിക്കും അപ്പയ്ക്ക എന്താ ഉണ്ടല്ലോ തിരുത്തി. അല്ല എൻ്റെ കുഞ്ഞങ്ങനെയാ. മറന്നു പോയെന്ന്. തിരിച്ച് ഇവിടെ അടിക്കണ്ടേ. വേറെലിങ്ങി ചതക്കണടാ. അവൻ തന്നെ തല്ലിക്കൊണ്ട് കൊടുക്കുക. ഓമന. അയ്യോ കിടുവിൻ്റെ പേര് കിടു ഓമനയാണ്. ഇവിടെ ഒരാൾ തന്നെ ഒരു അക്ഷരം മിണ്ടാണ്ടിരുന്ന് തല്ലി തട്ടുന്ന നോക്കി. വെച്ചിട്ടുണ്ടല്ലോ അഞ്ചാറിന്. അച്ചാച്ചി നോക്കിയൊക്കെ തല്ല്, വെല്ലോടത്ത് നോക്കി ഇടിക്കാതെ. എടാ പതുക്കെ കിടു നിന്റെ വിരല്. ശരിയാ, എനിക്ക് വന്നിട്ട് 4 വയസ്സിൽ ഇതുപോലെ കശുവണ്ടി പറങ്ങാണ്ടി തല്ലുന്ന എവൻ മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്. പേടിയാ പോതിനെ. അല്ല 4 വയസ്സിൽ പറങ്ങാണ്ടി തല്ലുന്ന എവനെ കാണുള്ളൂ. അടുത്ത ആർക്കാടാ? അച്ചാച്ചി തന്നെ തിന്നുന്നുണ്ട്. വേറൊരു കാര്യം അറിയാം, കടന്നു മുള്ളാൻ അറിയാം. എൻ്റെ കുഞ്ഞ് കടന്നുള്ളി അച്ഛയാ മുള്ളി അല്ലേ കളെ? അതല്ല വിഷയം. രാത്രി തന്നെ മിണ്ടാതെ ഞാനിപ്പോ ഒരു അനക്കം മിണ്ടല്ലേ അച്ചയോടല്ലേ കളെ? പിന്നെ അവന് ബോറടിച്ച് കാണും വെറുതെ കിടന്ന്. അപ്പോൾ ഒന്ന് മുള്ളി നോക്കിയതായിരിക്കും. നമുക്കിന്ന് മേളിൽ കൊച്ചു ഷെട്ടി കിടക്കാം. നമ്മൾ രണ്ടും മാത്രം. വീട്ടിൽ കിടന്നോട്ടല്ലേ? നിനക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയാ. നീ എനിക്ക് ധൈര്യം തരുമോ? എവിടുന്ന് തരും? നിന്റെന്നോ? 2 ധൈര്യം തരുന്ന വാക്ക് പറഞ്ഞേ. ധൈര്യം തരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞേ. എങ്ങനെ ധൈര്യം തരുന്നേന്ന് പറ. പിന്നെ നീ തരാന്ന് പറഞ്ഞേ. ഓ അതൊന്നും ഇല്ല, ഞങ്ങൾ 2 അള്ളി പിടിച്ചാൽ കിടക്കും പേടിച്ച്. ഇതിന് പ്രശ്നമില്ല. നോക്ക് വിരല് കഷ്ടപ്പാട് നോക്കി ഒരു കുഞ്ഞിൻ്റെ. അങ്ങനെ ബീഫ് ഇട്ടു, ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. മസാല എല്ലാം ഇട്ടു. മസാല ഇടുമ്പോൾ വീഡിയോ എടുത്താൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് അപ്പോൾ എൻ്റെ വീഡിയോഗ്രാഫർ പോയി. ഇത് 1 കിലോ ഇറച്ചി 1 കിലോ എല്ലും കേട്ടോ, വാരിയെല്ല്. നമ്മൾ ഇറച്ചി മാത്രമായിട്ട് അങ്ങനെ കറി വെക്കലില്ല, എല്ലും ഇറച്ചിയും കൂടെ ഇട്ടേ വെക്കുള്ളൂ. ഇവിടെ പറങ്ങാണ്ടി തല്ലി പാത്രത്തിൽ നിന്ന് വരെല്ലാം വാരി തിന്നുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല വെളിച്ചം. പായും തലയണ ഇട്ടിരിക്കുകയാണ്. മഴ പെയ്താൽ ഇപ്പോൾ പുറത്ത് വെള്ളം വീഴുന്ന കാണാം. അണ്ണാണി ഇവിടെ പറങ്ങാണ്ടി തല്ലുന്നു. എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല. ഞാൻ ദാ ഇവിടെ പായിട്ട് തലയണ ഇട്ടിരിക്കുന്നു. ദേ ഇവിടെ ഫുഡ് കുക്കാവുന്നു. അവിടെ അണ്ണാണി പറങ്ങാണ്ടി ചുട്ടി തല്ലുന്നു. ഹായ്, മഴയും കൂടെ പെയ്താൽ ഞങ്ങൾ പൊളിക്കൂ. എന്ത് രസം. കിടക്കാനുള്ള സുഖം. കുറച്ച് പണിയെടുത്തിട്ടാന്ന് തോന്നുന്നു. അടുവിന് നല്ല വേദന. അപ്പോൾ വിചാരിച്ച് എന്തായാലും ബീഫ് അടുപ്പിലാവാൻ കുറച്ച് സമയം, ഞാൻ ഇതിനകത്ത് ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. ബീഫ് അടുപ്പിൽ വെച്ചേക്കുന്നതുകൊണ്ട് കുറച്ച് സമയമാവും എടുക്കാൻ. എങ്ങനെയാലും ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ അത് അടുപ്പത്തിരുന്ന് ഇങ്ങനെ ചെറിയ തീയിൽ വേകും. ആ സമയം ഇങ്ങനെ കിടക്കണം. പക്ഷേ ഇപ്പോൾ മഴയും കൂടെ പെയ്യണം. വെള്ളം തെറിക്കുമെന്ന് എനിക്കറിയത്തില്ല. മഴയും കൂടെ പെയ്താൽ ഞാനും കിടും കൂടി ഇപ്പോൾ പൊളിച്ചടുക്കൂടും. ആഹാ, എന്താ സുഖം. ഫാനും വേണ്ട, ഒന്നും വേണ്ട. എന്താ കാറ്റ്, ചെറിയ ചൂട്. ഇപ്പോൾ മഴയുടെ ഒരു തണുപ്പ്, കശുവണ്ടി ചുട്ടത് എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും. അടുപ്പിൽ തീ കത്തുന്നതൊക്കെ കഴിഞ്ഞ ദിവസം വന്ന ചിലർക്ക് നൊസ്റ്റാൾജി ആയിരുന്നു അണ്ണാണി. അപ്പോൾ ഇവിടെ ആരും വേറെ തീയൊന്നും കത്തിക്കില്ല. സ്റ്റൗ ആയിരിക്കും അല്ലേ എല്ലാവരും? അടുപ്പിൽ ആലുവ അടുപ്പില്ലേ,
ആലുവാടുപ്പിലും വിറകല്ലേ വെക്കുന്നേ. പുക ഇത് കാണത്തില്ല, ഇത് ഉള്ളിലല്ലേ. ഇത്തവണ തിരക്കായി പോയിട്ടെ അരകല്ലിൽ അരയ്ക്കാൻ പറ്റിയില്ല. അടുത്തവണ നമുക്ക് കപ്പയ്ക്കും ചക്കയ്ക്കും ഒക്കെ അരയ്ക്കൂലേ, നേരത്തെ നല്ല അരകല്ല അവിടെ, അരകല്ലിൽ തന്നെ അരച്ചെടുക്കണം. അല്ല നേരത്തെ തന്നെ പകുതി ഹാഫ് ബോയിലായി കഴിഞ്ഞാൽ ഹാഫ് ബോയിലിൻ്റെ അല്ല, നേരത്തെ കുക്കിംഗ് തുടങ്ങണം. ഇത്തവണ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വന്നു കഴിഞ്ഞിട്ടല്ലേ കുക്കിംഗ് തുടങ്ങിയേ. ഇത്തവണ നേരത്തെ പോയിട്ട് ഞാനെല്ലാം ആക്കി വെക്കും, ഒരു ശതമാനം ആക്കി, ഒരു പകുതി ശതമാനം ആക്കി വെക്കും. അതല്ല നീ അങ്ങനെയൊന്നുമില്ല. ഇത്തവണ അപ്പോൾ നമ്മൾ ഒരു തവണ ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ മനസ്സിലായില്ല ടൈമിൻ്റെ സെറ്റൊക്കെ. ഇനി അത്രയും ഇത് ബുദ്ധിമുട്ട് വരുമല്ലോ, നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ കിച്ചണിലെ ആളെ വേറെ രസമുണ്ട്. ഇപ്പോൾ കിച്ചണിലെ ആൾ നിർത്തി രസം കിട്ടത്തുമില്ല. പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്ത ആൾക്കാരെ അത് ഉറപ്പല്ലേ. അല്ലേ? ഇവർ തന്നെ ഇനി വേണമെങ്കിലും വരും, അതാണ് നമ്മുടെ വിജയം. ഇപ്പോൾ ചുമ്മാ ഇരിക്കുമായിരുന്നല്ലേ ഈ ഒരു രസമില്ല. പറ ഹലോ ഗൈസ്, ഞങ്ങളുണ്ടോ ചോര് ഉണ്ടോ കാലാത്തോക്കടാ. ഞങ്ങളുണ്ടെന്ന് കരുതുന്നു, പറ എല്ലാവരോടും. പഠിക്കുന്നേ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, UKG പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? പറ. അമ്മ, അച്ഛൻ, കുഞ്ഞമാമന ആ കുഞ്ഞാവയാ മുമ്പേ പറയുവാ കുഞ്ഞമ്മാമ പോയി. ഞാൻ ഇനി ജീവിതത്തിൽ ആരെ പേടിക്കാനാണ് ജീവിതത്തിൽ. എനിക്ക് മാൻ പോയി കഴിഞ്ഞാൽ തൊപ്പിയകര ഗുണമാവയില്ല, തൊപ്പിയത്തെ ഗുണമാവയില്ല. മാമനെല്ലാം ഇരുന്ന് കാണുന്നുണ്ട് വീഡിയോ. മഴ കയറുന്നുണ്ട്, കിടുവും മഴ. മുമ്പേ നീ പ്രാർത്ഥിച്ചോണ്ട് മഴ പെയ്യുമെന്ന് തോന്നുന്നു ഒറ്റക്കാലില്. മേപ്പോട്ടാ അച്ഛൻ പാടത്തു മര വരുന്നത് നമ്മളെ കിട്ടുന്നുണ്ടോ എന്തോ. ഇന്നൊന്ന് നോക്കാം. അപ്പം ഉണ്ടോ? അതേണ്ട് പോന്നു. ഫോൺ നോക്കാൻ പോയാ നീ അതെന്ന് വിട്. ഉണ്ടപ്പേ, ഇപ്പോഴാണോ ഉള്ളേ? ഉണ്ട്. അപ്പയുടെ തലയുണ്ട്, അപ്പയുടെ കാലുണ്ട്, അപ്പയുടെ കൈ. പറയുന്നില്ലേ ഇത് അപ്പ, ഇത് ചട്ടുകം, ഇതൊരു തല, ഇതൊരു മോട്ടം കൂട്ട്. അപ്പൊ കുടുംബന്നേ അപ്പടെ സുന്ദരി ആരാ? അപ്പടെ സുന്ദരി അച്ഛക്ക് കുശുമ്പല്ലേ? പറഞ്ഞല്ലോ. മറ്റേ പറയട്ടെ, അപ്പാണ് പറഞ്ഞ കാര്യം പറയട്ടെ. നിനക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? അച്ഛയോട്. അപ്പയോട്. ആരോടാ? ആരോടാ? പെര കിട്ടിയ പോലെ മാറ്റുന്ന കള്ള കുഞ്ഞേ. ഞാൻ മുമ്പേ അപ്പയോട് പറഞ്ഞു. അങ്ങനെ അണ്ണാണി നമുക്ക് ഇത്രയും കശുവണ്ടി കിട്ടുവല്ലി തന്നു. ഞങ്ങൾ തിന്നാൻ പോവാം അല്ലേ കിടൂ? അടങ്ങിയിരിക്കടാ. ആഹാ എന്ത് ടേസ്റ്റ്. ഞങ്ങൾ കിടക്കുന്ന നോക്കിയാൽ പകുതി മേളിലും പകുതി താഴെ. ഇതിങ്ങനെ കിടക്കുന്ന പാത്തു? ഇതെന്തോ ഇത്? പകുതി മേളിലും പകുതി താഴെയോ? കറി നല്ല കുറുകി സെറ്റായിട്ടുണ്ട്. അവളവിടെ കിടന്നോട്ടെ. അടിപൊളി കറി കേട്ടാ. എത്ര നേരമായിട്ട് അടുപ്പേലിരുന്ന് റെസ്റ്റ് എടുക്കുക. അമ്മ കഴിക്കാറാന്ന് ചോദിച്ചാൽ അവരോട്. അപ്പോൾ കുഞ്ഞാവ ഇവിടെ ഇല്ല, 1-2 ദിവസം കഴിഞ്ഞാൽ വരത്തുള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ മാറി നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അണ്ണാണിയും കൂടെ മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാര്യമെല്ലാം അവതാളത്തിലാവും. ഇപ്പോൾ ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും പോണേ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാവ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ പൊറോട്ടയും കൂട്ടി കഴിക്കട്ടെ. ടാറ്റാ.